ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ലേണിനോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് രണ്ട് ചെറിയ ടോപ്പിക്സ് നോക്കിയിട്ട് ഫോഴ്സസ് ഇൻ സ്പേസ് എന്നുള്ള ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, ആദ്യത്തെയാണ് യൂണിറ്റ് വെക്റ്റർ. നമ്മൾ യൂണിറ്റ് വെക്റ്ററിനെ പറ്റിയിട്ട് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? Useful in determining the vector when its magnitude and direction are known. ഓക്കെ, നമുക്കൊരു വെക്ടർ കണ്ടുപിടിക്കണം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാം, ഡയറക്ഷൻ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് വെക്ടർ യൂസ്ഫുൾ ആവാറുണ്ട്. ഓക്കെ, നമുക്കിപ്പം ഒരു ഡയറക്ഷനിലുള്ള വെക്ടർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ യൂണിറ്റ് വെക്ടറിനെ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെക്ടർ കിട്ടും. ഓക്കെ, ഇനി യൂണിറ്റ് വെക്ടറിന് എന്തുകൊണ്ടാണ് ഇതിന് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്? ദ വെക്ടർ ഹാവിങ് എ യൂണിറ്റ് ലെങ്ത് ഈസ് നോൺ ആസ് യൂണിറ്റ് വെക്ടർ. അപ്പൊ ഇവന്റെ ലെങ്ത് യൂണിറ്റി ആണ്, അതുകൊണ്ടാണ് അവനെ നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫോഴ്സ് എഫ് ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ മോഡ് എഫ് ഇങ്ങനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക അല്ലെ? അപ്പം യൂണിറ്റ് വെക്ടർ കിട്ടുന്നത് എങ്ങനെയാണ്? നമുക്ക് നമ്മുടെ ആ ഫോഴ്സ് വെക്ടറിനെ അവന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടുന്നത്. ഓക്കെ, ഇനി എക്സ് വൈ ഇസഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ഏതൊക്കെയാ? ഐ, ജെ ആൻഡ് കെ ആണ്. നമ്മളതൊക്കെ 12th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തത് പൊസിഷൻ വെക്ടർ. ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, എനിക്ക് എ എന്നൊരു പോയിന്റ് ഉണ്ട്, അതിന്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ ഇസഡ് ആണ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ. ഓക്കെ, ഒറിജിൻ. ഇനി ആ ഒറിജിനിൽ ഏതൊക്കെ ആക്സിസ് നമുക്ക് കാണാം? എക്സ് ആക്സിസ് കാണാം, വൈ ആക്സിസ് കാണാം, ഇസഡ് ആക്സിസ് കാണാം. ഓക്കെ, അപ്പം ഒ എ എന്നൊരു വെക്ടർ, ഓക്കെ, ഒ എ എന്നൊരു വെക്ടർ ആണ് നമ്മൾ എന്ത് പറയുന്നത്? എയുടെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ആ പൊസിഷൻ വെക്ടറിനെ നമ്മൾ ആർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആറിനെ അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്ന് എഴുതാൻ സാധിക്കും. ഇനി ഐ ജെ കെ എന്താ? എക്സ് വൈ ഇസഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണ് ഐ ജെ കെ. ഇനി നമ്മുടെ ഈ പൊസിഷൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി ഫോഴ്സസ് ഇൻ സ്പേസിൽ ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ, okay, the tension in guy wire is 2500 Newton. നമ്മളോട് കണ്ടുപിടിക്കാൻ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? Determine the components Fx, Fy, Fz of the force acting on the bolt at A. അപ്പൊ എയിലുള്ള ബോൾട്ടിൽ ആക്ട് ചെയ്യുന്ന Fx, Fy, Fz ഫോഴ്സ് കാണണം. അതുപോലെ തന്നെ the angles theta x, theta y and theta s, theta z defining the direction of force. അപ്പൊ നമ്മുടെ ഫോഴ്സിന്റെ ഡയറക്ഷൻസ് തീറ്റ എക്സ്, തീറ്റ വൈ, തീറ്റ ഇസഡ്, ഇത്ര മൂന്ന് കാര്യങ്ങളാണ് നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഞാൻ മൂന്ന് ഡോട്ടായിട്ട് കൊടുത്തേക്കുന്നത്, 3 പോയിന്റ്സ് ആയിട്ട് ബുള്ളറ്റിട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്താ? ബേസ്ഡ് ഓൺ ദ റിലേറ്റീവ് ലൊക്കേഷൻ ഓഫ് പോയിന്റ്സ് എ ആൻഡ് ബി ഡിറ്റർമിൻ ദ യൂണിറ്റ് വെക്ടർ പോയിന്റിംഗ് ഫ്രം എ ടുവേർഡ്സ് ബി. അപ്പം എയിൽ നിന്ന് ബിയിലോട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 1. രണ്ടാമത് എന്താ? അപ്ലൈ ദ യൂണിറ്റ് വെക്ടർ ടു ഡിറ്റർമിൻ ദ കമ്പോണൻസ് ഓഫ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ. ഇനി അത് കഴിഞ്ഞിട്ട് ആ യൂണിറ്റ് വെക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫോഴ്സിന്റെ കമ്പോണൻസ് കണ്ടുപിടിക്കണം. അടുത്ത എന്താ? Noting that the components of unit vector are the direction cosines of vector, calculate the corresponding angle. അപ്പോൾ നമുക്ക് direction cosines കണ്ടുപിടിക്കാൻ പറ്റും യൂണിറ്റ് വെക്ടറിൽ നിന്ന്, അതിൽ നിന്ന് നമുക്ക് ആംഗിൾ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ എന്താ? ഡിറ്റർമിൻ ദ യൂണിറ്റ് വെക്ടർ പോയിന്റിംഗ് ഫ്രം എ ടുവേർഡ്സ് ബി. അതല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ എല്ലാം കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. എയിലെ പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സും ബിയിലെ പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കാം. അപ്പം ബിയിലെ പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് എത്രയൊക്കെ ആയിരിക്കും? ബി എന്ന് പറയുമ്പം ഇങ്ങനെ ഈ വൈ ഡയറക്ഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്, അവന്റെ എക്സ് കമ്പോണന്റ് 0 ആയിരിക്കും, വൈ കമ്പോണന്റ് 80 മീറ്റേഴ്സ് ആയിരിക്കും, ഇസഡ് കമ്പോണന്റ് എന്താണ്? 0 ആയിരിക്കും അല്ലെ? 0, 80, 0 ആണ് ബിയുടെ കോർഡിനേറ്റ്സ്. അതുപോലെ എയുടെ കോർഡിനേറ്റ്സ് എന്ത് വരും? എക്സ് ഡയറക്ഷനിൽ 40 മീറ്റേഴ്സ് മാറിയിട്ടാണ്, വൈ ഡയറക്ഷനിൽ എന്താണ്? 0 ആണ്, ഇസഡ് ഡയറക്ഷനിൽ അതെന്ന് പറയുന്നത് ഇസഡ് ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ? ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോസിറ്റീവ് ഇസഡ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാവുന്നതുകൊണ്ട് നെഗറ്റീവ് ഇസഡ് ആണ്, അതുകൊണ്ട് -30 ആയിരിക്കും. ഇതാണ് നമ്മുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കോർഡിനേറ്റ്സ് എഴുതാം. എക്സ് ബി 0,
YB 80, ZB 0. അതുപോലെ തന്നെ XA 40, YA 0, ZA -30. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം കിട്ടി. അപ്പൊ നമുക്ക് ഇതിൽ നിന്നിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ വെക്ടറിനെ എഴുതാൻ സാധിക്കത്തില്ലേ? വെക്ടറിനെ എങ്ങനെ എഴുതും? നമ്മുടെ വെക്ടർ എന്ന് പറയുന്നത് എനെയും ബിനെയും കണക്ട് ചെയ്തിട്ടുള്ള അല്ലെ. അപ്പൊ വെക്ടർ ജോയിനിങ് AB എങ്ങനെ വരും? 40, അല്ലെങ്കിൽ ഫസ്റ്റ് BA ആണ്, അത് AB ആണോ, എങ്ങനെ വേണേലും നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഞാനിപ്പം ബിയിൽ നിന്ന് എയിലേക്കാണ് എടുക്കുന്നതെങ്കിൽ 0 - 40 എന്ന് വരും അല്ലെ. x1 - x2, അതായത് 0 - 40 into I പ്ലസ് 80 - 0 into j അല്ലെ. അപ്പൊ 80 - 0 into j. ഇനി 0 - -30, അപ്പം 0 - -30 ആകും പ്ലസ് 30 into k എന്ന് വരും. നമ്മുടെ വെക്ടർ എങ്ങനെ വരും? -40I പ്ലസ് 80j പ്ലസ് 30k എന്ന് വരും. ഓക്കെ, ഇനി ഈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എങ്ങനെ ആയിരിക്കും കണ്ടുപിടിക്കുക? യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ വെക്ടർ AB ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ AB അല്ലെ. അപ്പൊ എന്ത് വന്നു? -40I പ്ലസ് 80j പ്ലസ് 30k ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 40 സ്ക്വയർ പ്ലസ് 80 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്ത് നോക്കണം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? -0.424I പ്ലസ് 0.848j പ്ലസ് 0.318k എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം അത്രയും നമ്മൾ കണ്ടുപിടിക്കാം, യൂണിറ്റ് വെക്ടർ വരെ കണ്ടുപിടിക്കാം. ഓക്കെ, ആ സ്റ്റെപ്സ് ഒക്കെ ഒന്നുകൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കുക, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത എന്താ? നമുക്ക് കമ്പോണന്റ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ കമ്പോണന്റ് ഓഫ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇപ്പം കിട്ടിയ യൂണിറ്റ് വെക്ടർ, ആ യൂണിറ്റ് വെക്ടറിനെ നമ്മുടെ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 2500 ന്യൂട്ടൺസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? 2500 ഇൻറ്റു നമ്മുടെ വെക്ടർ ആയിരുന്നു അല്ലെ, -0.424I 0.848j പ്ലസ് 0.318k. 2500 ഇൻറ്റു ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് -1060I പ്ലസ് 2120j പ്ലസ് 795k എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് നമ്മുടെ ഫോഴ്സിനെ കിട്ടി. ഓക്കെ, ഫോഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? Fx, Fy, Fz നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ. അപ്പം Fx എത്രയാണ്? -1060 ന്യൂട്ടൺ. Fy എത്രയാണ്? +2120 ന്യൂട്ടൺ. Fz എത്രയാണ്? +795 ന്യൂട്ടൺ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഫോഴ്സ് കിട്ടി. ഇനി അടുത്ത എന്താ? നമുക്ക് കമ്പോണൻസ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കണം അല്ലെ. നല്ല ഫോഴ്സ്, സോറി, നമുക്ക് അവന്റെ എന്താ അവന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം അല്ലെ. നമ്മുടെ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ ആ കോസ് തീറ്റയുടെ വാല്യൂ ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? യൂണിറ്റ് വെക്ടർ ആയിട്ട് കിട്ടുന്നത്, ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ആ ഡയറക്ഷൻ കൊസൈൻസ് വെച്ചിട്ട് നമ്മുടെ ഫോഴ്സ് അല്ലെങ്കിൽ ഏത് ആംഗിളിലാണ്, എക്സ് ആക്സിസുമായിട്ട് ഏത് ആംഗിളിലാണ്, വൈ ആക്സിസുമായിട്ട് ഏത് ആംഗിളിലാണ്, ഇസഡ് ആക്സിസുമായിട്ട് ഏത് ആംഗിളിലാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ കോസ് തീറ്റ എക്സിന്റെ വാല്യൂ ആണ് -0.424. അപ്പം തീറ്റ എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? കോസ് ഇൻവേഴ്സ് -0.424. ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടും 115.1 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്തത് തീറ്റ വൈ എങ്ങനെ കണ്ടുപിടിക്കും? തീറ്റ വൈ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് 0.848, അപ്പം 32 ഡിഗ്രി എന്ന് കിട്ടും. ഇനി തീറ്റ ഇസഡ് എങ്ങനെ കണ്ടുപിടിക്കും? കോസ് ഇൻവേഴ്സ് 0.318. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ ഇസഡും കിട്ടും. ഓക്കെ, അപ്പൊ ആ പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിസൾട്ടന്റ് ഓഫ് കൺകറന്റ് ഫോഴ്സസ് ഇൻ സ്പേസ് എന്നാണ്. ഓക്കെ, അതായത് നമുക്ക് കുറെ കൺകറന്റ് ഫോഴ്സസ്, ഒരു കൺകറന്റ് ഫോഴ്സ് എന്ന് അറിയാലോ, കൺകറന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു പോയിന്റിൽ നിന്ന് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതുപോലെ കൺകറന്റ് ഫോഴ്സസ് സ്പേസിലായിട്ട് നമ്മൾ 3 ഡയറക്ഷനിൽ ഇരിക്കുകയാണെങ്കിൽ അവന്മാരുടെ റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അതാണ് ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, റിസൾട്ടന്റ് ഓഫ് കൺകറന്റ് ഫോഴ്സ് ഇൻ സ്പേസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ സമ്മിങ് their rectangular components.
summing x components of forces will give component Rx of the resultant R. അപ്പം നമുക്ക് 2-3 ഫോഴ്സ് ഉണ്ടെങ്കിൽ അവന്റെ x components സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ fx കിട്ടും. y components സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ fy അല്ലെങ്കിൽ ry കിട്ടും. സിഗ്മ fz കൾ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് rz കിട്ടും. അപ്പം നമുക്ക് r നെ rx plus ry plus rz എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത എന്താ? rxi ആണ്. rxi plus ryj plus rzk നമുക്ക് വെക്ടർ ആയിട്ട് r നെ എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് r എങ്ങനെ വരും? സ്ക്വയർ റൂട്ട് ഓഫ് rx സ്ക്വയർ പ്ലസ് ry സ്ക്വയർ പ്ലസ് rz സ്ക്വയർ എന്ന് വരും. cos theta x ആണെങ്കിലോ rx ഡിവൈഡഡ് ബൈ r, cos theta y ആണെങ്കിൽ ry ബൈ r, cos theta z ആണെങ്കിൽ rz ബൈ r. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം. Two cables AB and AC are attached as shown in figure. ഫിഗർ ഞാൻ വരച്ച് കാണിക്കാമേ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഗർ. ഇത് ഒറിജിൻ O ആണ്. ഓയിൽ നിന്ന് എക്സ് ഡയറക്ഷനിലോട്ട് ഒരു 52 മാറിയിട്ട് എ എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. പിന്നെ നമുക്ക് ബി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ബി എന്ന് പറയുന്നത് y ആക്സിസിൽ നിന്ന് 40 മാറിയും z ആക്സിസിൽ നിന്ന് 50 മാറിയിട്ടുമാണ്. പിന്നെ സി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അത് y-ൽ നിന്ന് 50 മാറിയിട്ട് z-ൽ നിന്ന് 62 മാറിയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയല്ലോ. നമുക്ക് ആദ്യം എന്ത് എഴുതാം? നമുക്ക് കോർഡിനേറ്റ്സ് എഴുതാം. ഓക്കെ, അപ്പൊ ഫിഗർ തന്നു. ഡിറ്റർമിൻ ദ റിസൾട്ടന്റ് ഓഫ് ഫോഴ്സസ് എക്സർട്ടഡ് ബൈ എ except at A by two cables if the tension is 2000 Newton in the cable AB and 1500 Newton in the cable AC. രണ്ട് കേബിളിലെയും ടെൻഷന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും കോർഡിനേറ്റ്സ് എഴുതാം. അപ്പൊ എയുടെ കോർഡിനേറ്റ്സ് എങ്ങനെ വരും? എക്ക് എക്സ് കമ്പോണന്റ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ 52, വൈയും 0, ഇസഡും 0 ആയിട്ട് വരും. ബിയുടെ കമ്പോണൻസ് എങ്ങനെ വരും? ബിക്ക് എക്സ് കമ്പോണന്റ് 0 അല്ലേ? വൈ കമ്പോണന്റ് ഇസഡ് കമ്പോണന്റ് ഉള്ളൂ. എക്സ് കമ്പോണന്റ് 0, വൈ കമ്പോണന്റ് 50, ഇസഡ് കമ്പോണന്റ് 40 അല്ലേ? ഇനിയും സിയുടെ കമ്പോണൻസ് എങ്ങനെ വരും? സിക്കും എക്സ് കമ്പോണന്റ് ഇല്ല അല്ലേ? എക്സ് കമ്പോണന്റ് 0, വൈ കമ്പോണന്റ് 62, ഇസഡ് കമ്പോണന്റ് -50. ഓക്കെ, അപ്പൊ എക്സ് കമ്പോണന്റ്, വൈ കമ്പോണന്റ്, ഇസഡ് കമ്പോണന്റ് കിട്ടി. നമുക്ക് ഇനി ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് എ ബി എന്നുള്ള വെക്ടറും എ സി എന്നുള്ള വെക്ടറും കണ്ടുപിടിക്കാം അല്ലേ? അപ്പൊ എ ബി എന്നുള്ള വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ആ ഡയറക്ഷനിലുള്ള വെക്ടർ എ ബി അല്ലേ? അപ്പൊ എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് നമുക്ക് ഇവിടെ ആവശ്യം. അപ്പൊ നോക്കിയേ, 0 മൈനസ് 52i പ്ലസ് 50 മൈനസ് 0j പ്ലസ് 40 മൈനസ് 0k അല്ലേ? എ ബി. അപ്പൊ എങ്ങനെ വരും? മൈനസ് 52i പ്ലസ് 50j പ്ലസ് 40k എന്ന് വരും. ഓക്കെ, അപ്പം എ ബിയുടെ യൂണിറ്റ് വെക്ടർ, എ ബി ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എങ്ങനെ വരും? അതെന്ന് പറയുന്നത് എ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ബി ചെയ്താൽ പോരെ? അപ്പൊ നമ്മുടെ വെക്ടർ മൈനസ് 52i പ്ലസ് 50j പ്ലസ് 40k ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 52 സ്ക്വയർ പ്ലസ് 50 സ്ക്വയർ പ്ലസ് 40 സ്ക്വയറിന് ചെയ്യാം. ഓക്കെ, അപ്പൊ എത്രയാണ് ആൻസർ കിട്ടുന്നത്? നമുക്ക് ആൻസർ കിട്ടുന്നത് നമ്മുടെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് മൈനസ് 52i പ്ലസ് 50j പ്ലസ് 40k ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബി ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണേ. 40k ഡിവൈഡഡ് ബൈ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നത് 82.49 ആണ് കേട്ടോ. അപ്പൊ ഇതായിരിക്കും നമ്മുടെ യൂണിറ്റ് വെക്ടർ. അപ്പൊ നമുക്ക് എ ബി എന്നുള്ള ഡയറക്ഷനിലെ ഫോഴ്സ് വെക്ടർ എങ്ങനെയായിരിക്കും? ഇവനെ എ ബിയുടെ മാഗ്നിറ്റ്യൂഡ്, നമ്മുടെ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2000 ആണ്. 2000 ഇൻറ്റു ഈ വെക്ടർ, അതായത് മൈനസ് 52i പ്ലസ് 50j പ്ലസ് 40k ഡിവൈഡഡ് ബൈ 82.49. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? മൈനസ് 1260.75i പ്ലസ് 1212.27j പ്ലസ് 969.81k എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ എ ബി എന്നുള്ള വെക്ടർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് എ സി എന്നുള്ള വെക്ടറാണ്. ഓക്കെ, അപ്പൊ എ സി എന്നുള്ള വെക്ടറിന്റെ കോർഡിനേറ്റ്സ് ഞാൻ ഒന്നുകൂടെ എഴുതാം. എയുടെ കോർഡിനേറ്റ്സ്
നമുക്ക് 52 0 0 ആയിരുന്നു. സിയുടെ കോർഡിനേറ്റ്സ് 0 62 -50 ആയിരുന്നു. അപ്പം എ സി എന്നുള്ള വെക്ടർ എങ്ങനെ വരും? എ സി എന്നുള്ള വെക്ടർ 0 - 52i പ്ലസ് 62 - 0j പ്ലസ് -50 - 0k എന്ന് വരും. ഓക്കെ, അപ്പൊ എ സി വെക്ടർ എങ്ങനെയാ വന്നത്? -52i പ്ലസ് 62j -50k എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ എ സി. അതെങ്ങനെ വരും? -52i പ്ലസ് 62j -50k ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 52 സ്ക്വയർ പ്ലസ് 62 സ്ക്വയർ പ്ലസ് 50 സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സോൾവ് ചെയ്യുമ്പോൾ വരുന്നത്? സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് -52i പ്ലസ് 62j -50k ഡിവൈഡഡ് ബൈ 95.12 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരുന്നു? എ സിയിലുള്ള ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞത് 1500 ന്യൂട്ടൺസ് എന്നാ പറഞ്ഞ അല്ലേ? അപ്പം നമ്മൾക്ക് എന്ത് കിട്ടും? ഫോഴ്സ് വെക്ടർ അലോങ് എ സി അല്ലെ, എഫ് എ സി എന്ന് വേണേലും അതിനെ എഴുതാം. ഫോഴ്സ് വെക്ടർ അലോങ് എ സി എന്ന് പറയുന്നത് 1500 ഇൻറ്റു -52i പ്ലസ് 62j -50k ഡിവൈഡഡ് ബൈ 95.12. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. -820.02i പ്ലസ് 977.71j -788.48k ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ഫോഴ്സ് വെക്ടറുകൾ കിട്ടി. എഫ് എ ബിയും കിട്ടി, എഫ് എ സിയും കിട്ടി. എഫ് എ ബിയും കിട്ടി, എഫ് എ സിയും കിട്ടി. നമുക്ക് വേണ്ട എന്താ? റിസൾട്ടന്റ് ഫോഴ്സ് അല്ലേ? റിസൾട്ടന്റ് ഫോഴ്സ് എങ്ങനെ കാണുന്ന നമ്മൾ പറഞ്ഞത്? റിസൾട്ടന്റ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എഫ് എ ബി പ്ലസ് എഫ് എ സി ആണ്. ഓക്കെ, ഈ രണ്ട് ഫോഴ്സ് വെക്ടറുകളും ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അവരുടെ കമ്പോണൻസ് ആഡ് ചെയ്യാം. നമുക്ക് നോക്കിക്കേ, ഐ ഒക്കെ എങ്ങനെ വരും? ഐ -1260.75 -820.02 i എന്ന് വരും. ജെ കമ്പോണന്റ് എങ്ങനെ വരും? ജെ എന്ന് പറയുന്നത് പ്ലസ് 1212.27 977.71 അത് രണ്ടും കൂടെ ആഡ് ചെയ്തു, ജെ കിട്ടി. ഇനിയും കെ കമ്പോണന്റ് എങ്ങനെ വരും? 969.81 -788.48k എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ഫോഴ്സ് വെക്ടർ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് -2080i.78 ഉണ്ട്, 2080.78i പ്ലസ് 2189.98j പ്ലസ് 181.33k എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് ആയിട്ടുള്ള ഫോഴ്സ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? മാഗ്നിറ്റ്യൂഡ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് കമ്പോണന്റ്, വൈ കമ്പോണന്റ്, ഇസഡ് കമ്പോണന്റ് സ്ക്വയർ എടുത്താൽ മതി അല്ലേ? അപ്പൊ എത്ര? -2080.78 the whole square plus 2189.98 the whole square plus 181.33 the whole square കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് കണ്ടുപിടിക്കുമ്പം 3026.31 ന്യൂട്ടൺ ആണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ റിസൾട്ടന്റ് കിട്ടി. ഇനി എന്താ കാണണ്ടേ? ഡയറക്ഷൻ കണ്ടുപിടിക്കണം അല്ലേ? നമ്മുടെ ഡയറക്ഷൻസ് കണ്ടുപിടിക്കണം. ഡയറക്ഷൻസ് ഏതൊക്കെയാ? തീറ്റ എക്സും തീറ്റ വൈയും തീറ്റ ഇസഡും അല്ലേ? അപ്പം കോസ് തീറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ എക്സ് ഡിവൈഡഡ് ബൈ ആർ ആയിരിക്കും അല്ലേ? ആർ എക്സ് എന്ന് പറയുമ്പോൾ -2080.78 ഡിവൈഡഡ് ബൈ എത്ര? 3026.31 അതാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ്. അത് ചെയ്യുമ്പോൾ നമുക്ക് കോസ് തീറ്റ എക്സ് കിട്ടും. തീറ്റ എക്സ് എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ദിസ് വാല്യൂ. അപ്പൊ അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 133.44 ഡിഗ്രി എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് കോസ് തീറ്റ വൈ അല്ലേ? കോസ് തീറ്റ വൈ എന്താ?
ry divided by r. ഓക്കെ, അപ്പൊ അത് എത്ര വരും? cos theta y എന്ന് പറയുന്നത് 2189.98 divided by 3026.31. ഇത് ചെയ്യുക. തീറ്റ വൈ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ദിസ് വാല്യൂ ആയിരിക്കും. അപ്പൊ തീറ്റ വൈ കിട്ടുന്നത് 43.64 ഡിഗ്രീസ് ആണ്. അടുത്ത എന്താ? കോസ് തീറ്റ ഇസഡ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ കോസ് തീറ്റ ഇസഡ് എന്ന് പറഞ്ഞാൽ ആർ ഇസഡ് ഡിവൈഡഡ് ബൈ ആർ ആണ്. ആർ ഇസഡ് എത്ര ആയിരുന്നു? 181.33 ഡിവൈഡഡ് ബൈ 326.31 ആണ്. തീറ്റ ഇസഡ് എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ദിസ് വാല്യൂ ആണ്. അപ്പൊ തീറ്റ ഇസഡ് എന്ന് പറയുന്നത് എത്ര വരും? അറൌണ്ട് 86.56 ഡിഗ്രി കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമുക്ക് ഇനി വേറൊരു പ്രോബ്ലം നോക്കിയാലോ? ഓക്കെ, ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. 3 forces 500 Newton, 200 Newton and 800 Newton are acting along the diagonals of adjacent faces of a cube of side 2 meter as shown in figure. Figure ഞാൻ വരച്ച് കാണിക്കാവേ. Determine the resultant of forces. Okay. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഗർ. ഇത് നമ്മുടെ ഒറിജിൻ O ആണ്. ഈ ക്യൂബിന്റെ സൈഡ്സ് എല്ലാം 2 മീറ്റർ നമ്മളോട് പറയുന്നുണ്ട്. ഓയിൽ നിന്ന് ഈ എയിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 500 ന്യൂട്ടണും അടുത്തത് ഓയിൽ നിന്ന് ബിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 200 അല്ല 700 ആണ്. ബിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 700 ന്യൂട്ടണും ഓയിൽ നിന്ന് സിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 800 ന്യൂട്ടൺസും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിന്റെ കോർഡിനേറ്റ്സ് എഴുതാം. എയുടെ കോർഡിനേറ്റ്സ് എങ്ങനെ വരും? എക്സ് കോർഡിനേറ്റ് 2 വരും, വൈ കോർഡിനേറ്റ് 0 വരും, ഇസഡ് കോർഡിനേറ്റ് 2 വരും. ബിയുടെ കോർഡിനേറ്റ്സ് എങ്ങനെ വരും? എക്സ് കോർഡിനേറ്റ് 2 വരും, വൈ കോർഡിനേറ്റും എക്സ് ആണ്, എക്സ് വൈ ഇസഡ്. ഓക്കെ, എക്സ് കോർഡിനേറ്റ് 2 വരും, വൈ കോർഡിനേറ്റും 2 വരും, ഇസഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. സിയുടെ കോർഡിനേറ്റ്സോ? എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും 2. ഓക്കെ, നമുക്ക് കോർഡിനേറ്റ്സ് എല്ലാം കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? യൂണിറ്റ് വെക്ടേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ? ഒ എ, ഒ ബി, ഒ സി ഈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഒ എ എന്നുള്ള ഡയറക്ഷനിലുള്ള വെക്ടർ എങ്ങനെയായിരിക്കും? ഒറിജിൻ O 0 0 0 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കോർഡിനേറ്റ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം 2i പ്ലസ് 0j പ്ലസ് 2k ആണ് ഒ എ എന്നുള്ള വെക്ടർ. ഇനി ഒ എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എങ്ങനെ കാണും? ഒ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഒ എ ചെയ്താൽ മതി അല്ലേ? അപ്പൊ അത് സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് വരും അല്ലേ? 4 പ്ലസ് 4 വരും അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 16 വരും. ഓക്കെ, 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അല്ലേ? 4 പ്ലസ് 4 16. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പം എത്ര നമുക്ക് കിട്ടുന്നത്? ഒ എ ഡയറക്ഷനിൽ 0.71i പ്ലസ് 0j പ്ലസ് 0.71k എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഒ എയുടെ ഡയറക്ഷനിലുള്ള ഫോഴ്സ് വെക്ടർ എങ്ങനെയായിരിക്കും? ഫോഴ്സ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഒ എ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? 500 കൊണ്ട് നമ്മൾ ഈ വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 0.71i പ്ലസ് 0j പ്ലസ് 0.71k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 355i പ്ലസ് 0j പ്ലസ് 355k എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഒ എ ഡയറക്ഷനിലുള്ള ഫോഴ്സ് വെക്ടർ കിട്ടി. ഇനി അടുത്ത എന്താ നമ്മൾ ചെയ്യേണ്ടേ? ഒ ബി കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഒ നമുക്കറിയാം 0 0 0 എന്നറിയാം. ബി എത്ര? ബി എന്ന് പറയുന്നത് 2 2 0 അല്ലേ? 2 2 0. അപ്പോൾ ഒ ബി എന്നുള്ള വെക്ടർ എങ്ങനെയായിരിക്കും? 2i പ്ലസ് 2j പ്ലസ് 0k. അപ്പം യൂണിറ്റ് വെക്ടർ എങ്ങനെയായിരിക്കും? ഒ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഒ ബി എടുത്താൽ മതി. അതും സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് 4 അല്ലേ? 4 പ്ലസ് 4 എത്ര വരും? സ്ക്വയർ റൂട്ട് ഓഫ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ 0.71i പ്ലസ് 0.71j പ്ലസ് 0k എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഒ ബിയുടെ ഡയറക്ഷനിലുള്ള ഫോഴ്സ് എത്രയായിരുന്നു? മാഗ്നിറ്റ്യൂഡ് 700 ആയിരുന്നു അല്ലേ? അപ്പൊ ഫോഴ്സ് വെക്ടർ എലോങ് ഒ ബി എന്ന് പറയുന്നത് 700 ഇൻറ്റു 0.71i പ്ലസ് 0.71j പ്ലസ് 0.0k എന്നാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 497i പ്ലസ് 497j പ്ലസ് 0k എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഒ സിയുടെ കാണണം അല്ലേ? അപ്പോൾ O 0 0 0 ആണ്. സി എന്ന് പറയുന്നത് 0 2 2 ആണ്. ഓക്കെ,
അപ്പോൾ ഒ സി എന്ന് പറയുന്ന വെക്ടർ എങ്ങനെ വരും? 0i പ്ലസ് 2j പ്ലസ് 2k. അപ്പൊ യൂണിറ്റ് വെക്ടർ എലോങ് ഒ സി ആണെങ്കിൽ ഒ സി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഒ സി അല്ലെ. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് 4. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0i പ്ലസ് 0.71j പ്ലസ് 0.71k എന്ന് കിട്ടും. ഇനി ഒ സിയുടെ ഡയറക്ഷനിലുള്ള ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 800 ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പം ഫോഴ്സ് വെക്ടർ എലോങ് ഒ സി എന്ന് പറയുന്നത് 800 ഇൻറ്റു 0i പ്ലസ് 0.71j പ്ലസ് 0.71k എന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 0i പ്ലസ് 569j പ്ലസ് 569k എന്ന് കിട്ടും. നമുക്കപ്പോൾ ഇപ്പം എന്തൊക്കെയുണ്ട് നമ്മുടെ കയ്യിൽ? ഇപ്പം നമ്മുടെ കയ്യിൽ FOC ഉണ്ട്, FOB ഉണ്ട്, FOA നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി എന്താ? റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, എന്താ കണ്ടുപിടിക്കണ്ടേ? റിസൾട്ടന്റ് ഫോഴ്സ്. റിസൾട്ടന്റ് ഫോഴ്സ് F എങ്ങനെ കണ്ടുപിടിക്കുക? Fx കമ്പോണൻസ്, Fy കമ്പോണൻസ്, Fz കമ്പോണൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. അതായത് FOAയുടെയും FOBയുടെയും FOCയുടെയും കമ്പോണൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. എക്സ് കമ്പോണൻസ് ഏതൊക്കെയാണ്? നമുക്ക് 355ഉം 497ഉം പിന്നെ ഒരു 0. അപ്പൊ അത് i. j എത്ര വരും? j എന്ന് പറയുന്നത് ആദ്യം 0 ആയിരുന്നു. രണ്ടാമത്തത് OBയുടെ j കമ്പോണന്റ് 497 ആണ്. പിന്നെ OCയുടേത് 569 ആണ്. അത്രയും j. ഇനിയും k കമ്പോണൻസ് എങ്ങനെ വരും എന്ന് പറയുന്നത് 355 പ്ലസ് 0 പ്ലസ് 569k എന്നാണ്. ഇത് സം ചെയ്ത് കഴിയുമ്പം നമുക്ക് 852i പ്ലസ് 1066j പ്ലസ് 924k എന്ന് കിട്ടും. ഓക്കെ, ഇനി റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? മോഡുലസ് ഓഫ് എഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് എത്ര കണ്ടുപിടിക്കണ്ടേ? അതെന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 852 സ്ക്വയർ പ്ലസ് 1066 സ്ക്വയർ പ്ലസ് 924 സ്ക്വയർ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റിസൾട്ടന്റ് എത്ര ആയിട്ടാണ് കിട്ടുന്നത്? റിസൾട്ടന്റ് നമുക്ക് കിട്ടുന്നത് ഒരു 1648 ന്യൂട്ടൺ ആണ് നമ്മുടെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം അല്ലേ. നമ്മുടെ കോസ് തീറ്റ എക്സ് എത്ര? കോസ് തീറ്റ എക്സ് എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എഫ്. അപ്പം 852 ഡിവൈഡഡ് ബൈ 1648 ആണ് കോസ് തീറ്റ എക്സ്. അതിൽ നിന്ന് തീറ്റ എക്സ് എത്ര കിട്ടും? കോസ് ഇൻവേഴ്സ് ദിസ് വാല്യൂ എടുക്കണം. അപ്പൊ ഇത് എടുക്കുമ്പോൾ 58.87 ഡിഗ്രീസ് കിട്ടും. ഇനിയും കോസ് തീറ്റ വൈ എന്താ? കോസ് തീറ്റ വൈ എന്ന് പറയുന്നത് 1066 ഡിവൈഡഡ് ബൈ നമ്മുടെ 1648. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് തീറ്റ വൈ എത്ര കിട്ടും? തീറ്റ വൈ എന്ന് പറയുന്നത് 49.7 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. അടുത്തത് തീറ്റ ഇസഡ് എങ്ങനെ കിട്ടുന്നത്? തീറ്റ ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് എഫ് ഇസഡിന്റെയും എഫിന്റെയും വാല്യൂസ് എടുക്കണം അല്ലെ. എഫ് ഇസഡ് എന്ന് പറയുന്നത് 924 ആണ്. എഫ് എന്ന് പറയുന്നത് 1648 ആണ്. കോസ് തീറ്റ ഇസഡ്. അതിനകത്തുനിന്ന് തീറ്റ ഇസഡിൽ നിന്ന് കോസ് ഇൻവേഴ്സ് ദിസ് വാല്യൂ എടുക്കുക. അപ്പൊ നമുക്ക് 55.90 ഡിഗ്രീസ് എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? എല്ലാ ആംഗിൾസും കിട്ടി, നമ്മുടെ റിസൾട്ടന്റ് ഫോഴ്സും കിട്ടി. ഓക്കെ.